السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജീവിതത്തിൽ ഉടനീളം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നെയും കൂടാതെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ലിബറലിസം സർവനാശം എന്ന കാലിക പ്രസക്തമായ വിഷയമാണല്ലോ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ലിബറലിസം അഥവാ സ്വതന്ത്രവാദം, ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പേരിൽ കേൾക്കാൻ ഇമ്പമുള്ള, ഒറ്റ നോട്ടത്തിൽ ആകർഷണം തോന്നുന്ന, പുറമേ തേൻ പുരട്ടിയ ആശയങ്ങൾ, ആരെയും ആകർഷിപ്പിക്കുന്ന വാദഗതികൾ. പക്ഷേ അതിലകപ്പെട്ട് ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചിരുന്ന ജീവിത മൂല്യങ്ങളെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പലരും അതിലെ ചതിക്കുഴികൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ലിബറലിസത്തിന്റെ അർത്ഥശൂന്യമായ ആശയ വൈരുദ്ധ്യങ്ങളെ നമ്മൾ ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവന്റെ വിശേഷ ബുദ്ധി കൊണ്ടാണ്. അവനെ സൃഷ്ടിച്ച അല്ലാഹു അവന്റെ ജീവിതത്തിൽ കൃത്യമായ അതിർവരമ്പുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം ലംഘിച്ച് ലിംഗസ്വത്വം, സ്വതന്ത്ര ജീവിതം എന്നീ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ കുടുംബബന്ധത്തിലും സാമൂഹിക ജീവിതത്തിലും കടുത്ത അരാജകത്വമാണ് സൃഷ്ടിക്കുന്നത്. ലിബറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന്, മറ്റൊരാൾക്ക് ദോഷകരമാവാത്ത തരത്തിൽ തന്റെ ജീവിത സുഖത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നതാണ്. അതിൽ മറ്റൊരു വ്യക്തിയോ സമൂഹമോ ഭരണകൂടമോ ആരും തന്നെ ഇടപെടരുത് എന്നാണ്. എന്തൊരു അർത്ഥശൂന്യമായ ആശയം! ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരാൾ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നത് ലിബറൽ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തിപരമായ കാര്യം മാത്രമാണ്. അത് തെറ്റല്ല. പക്ഷെ അതിന് മറുവശം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതിന്റെ പ്രത്യാഘാതം അവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ഈ അടുത്ത് നടന്ന അഞ്ജന ദാസ് എന്ന യുവ ഡോക്ടറെ ലഹരിക്കടിമപ്പെട്ട് ഒരു അധ്യാപകൻ കൊലപ്പെടുത്തുകയുണ്ടായി. ആ കുടുംബത്തിന്റെ തീർത്താൽ തീരാത്ത നഷ്ടത്തിന്, കണ്ണുനീരിന് എന്ത് പരിഹാരമാണുള്ളത്? ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അപരന് ഗുണത്തിന് വരെയണം. അതെ, അപരന് ഗുണം വന്നില്ലെങ്കിലും ദോഷകരമാകരുത്. ലിബറലിസത്തിന്റെ മറ്റൊരു വാദഗതിയാണ് സന്തോഷ സിദ്ധാന്തം. അതായത്, ഒരു പ്രവൃത്തിയുടെ ഫലം മൊത്തത്തിൽ ദുഃഖത്തിനേക്കാൾ കൂടുതൽ സന്തോഷം നൽകുന്നതാണെങ്കിൽ അത് ശരിയെന്ന വാദം. എന്തൊരു വിവേകവിഹിതമായ ആശയം! ഉദാഹരണമായി, ഒരു പെൺകുട്ടിക്ക് ഐസ്ക്രീമിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തി 10 പേർ ചേർന്ന് ആക്രമിച്ചാൽ ലിബറലിസം അനുസരിച്ച് അത് ശരിയാണ്. പക്ഷേ ആ 10 പേർ അനുഭവിച്ച സുഖത്തിനേക്കാൾ എത്ര വേദനയാണ് ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക? ഇത് എങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? മറ്റൊരു വാദഗതിയാണ് സ്ത്രീ സ്വാതന്ത്ര്യം. സ്ത്രീ ശരീരം ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായി മാറിയിരിക്കുന്നു. സ്ത്രീ അല്പവസ്ത്രം ധരിക്കണമെന്ന് സ്ത്രീയുടെ താല്പര്യമല്ല, അതിനെ ആസ്വദിക്കുന്ന പുരുഷ താല്പര്യമാണ്. കുറ്റാളിയ ജീവിതത്തിലൂടെ പിതാവാണെന്നറിയാതെ കുട്ടികൾ ജനിക്കുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും മേലടിച്ചേൽപ്പിക്കുന്ന കടുത്ത അനീതിയല്ലേ? സാമൂഹിക കുടുംബ വ്യവസ്ഥയിൽ എന്തൊരു അരാജകത്വമാണ് സൃഷ്ടിക്കുന്നത്! ലോകം മുഴുവനും ലിബറലിസം വലിയ രീതിയിലാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ സ്വാർത്ഥിതർ തന്നെ ഇതിനെ പിൻപറ്റാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഇന്നലെ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചു, GTPയുടെ സ്ഥാപകൻ ഷാം അൽത്തമാൻ സ്വർഗ വിവാഹം ചെയ്തത്. ഇവിടെയാണ് ഇസ്ലാം ശരിതെറ്റുകൾ നിർണ്ണയിക്കുന്നതിന്റെ മാനദണ്ഡമായി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അവതരിപ്പിക്കുന്നത്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം യഥാർത്ഥത്തിൽ ഏകനായ അല്ലാഹുവിന് മാത്രമാണ്. അതെ, ഒരു വാഹനം നിർമ്മിച്ചാൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന കാറ്റലോഗ് ഉണ്ടാക്കാൻ പറ്റൂ. അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹുവിന് തന്നെയല്ലേ അവന്റെ ജീവിതത്തിലെ
ഇത് അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ ശരി തെറ്റുകൾ നിർണ്ണയിക്കുന്നതിന്റെ വിഷമവൃത്തിയിൽ നിന്ന് മനുഷ്യന് പുറത്തു കടക്കാൻ പറ്റൂ. അതുവഴി മാത്രമേ എല്ലാ മനുഷ്യർക്കും തുല്യ നീതി ലഭിക്കുകയുള്ളൂ. മനുഷ്യൻ ഏറ്റവും ഉത്കൃഷ്ടനായ ജീവിയാണ്. പക്ഷേ അവൻ അധമതിച്ചാൽ അവനോട് അധമതിച്ച മറ്റൊരു ജീവിയും ഉണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിലെ 95-ാം അധ്യായം സൂറത്ത് തീനിലെ വചനങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അതെ, മനുഷ്യനെ അല്ലാഹു ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ വിശ്വസിക്കുന്നവരും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരും ഒഴികെയുള്ളവരെ അധമരായി തീർത്തിരിക്കുന്നു. ജീവിതത്തിൽ ചില വിലക്കുകളുണ്ട് എന്നതാണ് ശ്ലോകത്തിനെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം. യഥാർത്ഥത്തിൽ ഈ വിലക്കുകളുടെ അതിരുകളാണ് ജീവിതത്തെ സൗന്ദര്യമാക്കുന്നത്. മനുഷ്യ ജീവിതത്തിലെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഇല്ലാതാക്കുന്ന മനുഷ്യരെ മൃഗത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിനപ്പുറമോ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഈ ലിബറലിസം സർവനാശം തന്നെയാണ്. അല്ലാഹു നമ്മെ രക്ഷിച്ചു കൊള്ളട്ടെ. ആമീൻ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.